പട്ടികളുണ്ട്, പണിയുണ്ട് കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ മന്ദാർമണി യാത്ര ഇവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. എസ്പ്ലനേഡിൽ നിന്ന് ബസ് പിടിച്ചാണ് ഞങ്ങൾ മന്ദാർമണിയിലേക്ക് പോകുന്നത്. ഏകദേശം 170 കിലോമീറ്ററോളം ഉണ്ട് ഇവിടുന്ന് മന്ദാർമണിയിലോട്ടുള്ള യാത്ര. അത് ബസ്സിലാണെങ്കിൽ 4-5 മണിക്കൂറോളം എടുക്കും. കാറിലാണെങ്കിൽ ഒരു 4 മണിക്കൂറിനുള്ളിൽ നമുക്ക് എത്താൻ പറ്റും. ഇറങ്ങിയ സ്ഥലം ചോൾക്കുള ബസ് സ്റ്റാൻഡാണ്. അവിടുന്ന് 8-9 കിലോമീറ്ററാണ് ഞങ്ങളുടെ ബുക്ക് ചെയ്ത ബോംബെ ബീച്ച് റിസോർട്ടിലേക്കുള്ള ദൂരം. ഞങ്ങൾക്ക് ഷെയർഡ് ഓട്ടോ ആണ് കിട്ടിയത്. അപ്പം ഞങ്ങൾ അതിന് പോവുകയാണ്. പക്ഷേ ആൾക്കാർ ഫില്ലാവാത്തതുകൊണ്ട് ഇപ്പോഴും വണ്ടി എടുത്തിട്ടില്ല. റീച്ചിങ് ആണ്. ഇന്ന് ഷെയർ ഓട്ടോയിൽ യാത്ര ചെയ്യുമ്പോഴാണ് മനസ്സിലാക്കിയത്, ഒരു കൊച്ചു ഗ്രാമപ്രദേശം നമ്മുടെ കേരളത്തിലെ പല സാമ്യതകളും നമുക്കിവിടെ കാണാനിടയായി. ഇവിടെ പുല്ലുമേഞ്ഞ വീടുകളും ചാണകം പഴകിയ ചുമരുകളും ഒക്കെ കാണാനിടയായി. ഞങ്ങളുടെ റിസോർട്ടിന്റെ മുന്നിൽ അവർ ഇറക്കി തന്നു. ഇതാണ് നമ്മൾ ബുക്ക് ചെയ്ത റിസോർട്ട്. ഇതിന്റെ അകത്തുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. റൂംസും ഞങ്ങളുടെ റിസോർട്ടിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ റിസോർട്ടിൻ്റെ മെയിൻ എൻട്രി. ഞങ്ങളുടെ റൂം ഇവിടെയാണ് കിട്ടിയത്. നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റിസോർട്ടാണ്. സ്വിമ്മിംഗ് പൂളും ബാർ കൗണ്ടറും റെസ്റ്റോറൻറ്റും ബീച്ച് സൈഡുമാണ് നമ്മളുടെ ബോംബെ ബീച്ച് റിസോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബീച്ച്. അപ്പോൾ നമ്മളിപ്പം നടക്കാൻ ഇറങ്ങിയതാണ്. വിശാലമായ ബീച്ച്, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അതാണ് ഈ ബീച്ചിന്റെ പ്രത്യേകത. യെസ്, ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ് ഫീച്ചർ. നമ്മൾ മാത്രമേ ഉള്ളൂ, നമുക്കായിട്ട് വെച്ചേക്കാണ് ഈ ബീച്ച്. വാക്കിംഗ് ഡേയ്സിലാണ് ഞങ്ങൾ ഇത് ബുക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഇത്ര ആൾ കുറവും. നമ്മുടെ റിസോർട്ട് പോലും ഞങ്ങൾക്ക് 2/3 ഓഫ് ദ എമൗണ്ടിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ പുതിയ റിസോർട്ട്സിൻ്റെ ഒക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല നിരപ്പായ നല്ല വീതിയുള്ള കടൽ തീരമാണ് ഇവിടെ ഉള്ളത്. നല്ലോണം വിശന്നപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിട്ടോ. ഈ ബാക്കിൽ കാണുന്നതിന്റെ നമ്മൾ മുകളിലാണ്, ഫസ്റ്റ് ഫ്ലോറിലാണ് ഇവർ താമസിക്കുന്നതും. അത്രേ ഉള്ളൂ. ഈ ചെറിയ കട തന്നെയാണ് അവരുടെ വീടും ഷോപ്പും എല്ലാം. അപ്പോൾ ഞങ്ങളുടെ റിസോർട്ടിന്റെ നൈറ്റ് വ്യൂ കൂടി ഞങ്ങൾ കാണിച്ചു തരാം. ഈ ഒരു യാത്രയുടെ ബഡ്ജറ്റ് ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ ആഗ്രഹമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ ഡേ 2 ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ഒരു ബീച്ചിന്റെ പ്രത്യേകത കേട്ടോ, ഇവിടെ തിരക്കൊന്നുമില്ല. ഇതിന് തൊട്ടപ്പുറത്ത് വേറൊരു ബീച്ചുണ്ട്. അതിന് വരുന്നായിരുന്നു എൻ്റെ അപ്പുറത്തുള്ള വേറെ ബീച്ചിന് വരുന്നായിരുന്നു. ആ ബീച്ചിന്റെ പേരുണ്ടായിരുന്നു ഇന്ന് ഡേ 2 ആണ്. നമ്മൾ നമ്മുടെ റിസോർട്ടിൽ നിന്ന് വിട്ടു. അപ്പൊ ഇനി അടുത്ത തീരം തേടി പോവുകയാണ്. ഇപ്പൊ പോണ എങ്ങോട്ടാന്ന് വെച്ചാല് ബീച്ച് സൈഡിൽ തന്നെയാണ്. അപ്പോൾ ഒരു 1 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാല് കുറച്ചും കൂടി വാട്ടർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു വാക്കബിൾ ഡിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ വണ്ടിയൊന്നും പിടിക്കാതെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നടക്കണം. ഇത് ഒരു പഴയ ഗ്രാമം കേട്ടോ. ഒത്തിരി പഴയ വീടുകളും അത്ര ഡെവലപ്ഡ് ഒന്നും ആയിട്ടില്ല. ഇപ്പോഴും റിസോർട്ടിന്റെ ഒക്കെ പണികളൊക്കെ നടക്കുന്നേ ഉള്ളൂ. ഇത് ഫ്യൂച്ചറിലൊരു മഹാബലിപുരം പോലെയൊക്കെ, നമ്മുടെ ചെന്നൈയിലുള്ള മഹാബലിപുരം പോലെയൊക്കെ ആയി മാറാനുള്ള സാധ്യതയുണ്ട്. നല്ല ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ നടക്കുന്നുണ്ട്. ആക്ച്വലി ദിഘ ബീച്ചാണ് പ്രോപ്പർലി ഡെവലപ്പ് ആയിരിക്കുന്നത്. പക്ഷെ അവിടെ ഇപ്പോൾ ഭയങ്കര തിരക്കാണ്. ഇപ്പോൾ എല്ലാവരും അങ്ങോട്ടേക്ക് പോകാതെ കുറച്ച് കാമായിട്ടുള്ള സ്ഥലമാണ് പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെയാണ് ഇവിടെ റിസോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആൾറെഡി ഒരു 10-20 റിസോർട്ട് ഇവിടെ ഉണ്ട്. എന്നാലും ഇനിയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഒരു സരള ദൂരം വരുന്നുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് ഒരു മലയാളം ടച്ചുള്ള പേരുണ്ട്. അപ്പോൾ ഇതാ ഞങ്ങളുടെ മന്ദാർമണി ബീച്ച് എത്തിട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ ഒരു ഫോട്ടോഗ്രാഫർ വന്നായിരുന്നു കേട്ടോ, ഞങ്ങളുടെ ഫോട്ടോ എടുക്കണമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അവർ 30 റുപ്പീസ് ഒരു ഫോട്ടോ എടുത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവരുടെ അടുത്ത് 2 ഫോട്ടോ മേടിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ പിന്നിൽ കാണുന്നതൊക്കെ റെസ്റ്റോറൻറ്റുകളാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ താഴെ വരെ വെള്ളം എത്തുന്നതാണ്. മീൻസ് തിര അടിക്കുന്നതായിരിക്കും. അറൗണ്ട് 1 മീറ്റർ, എൻ്റെ ചെസ്റ്റിൻ്റെ ഹൈറ്റ് വരെയൊക്കെ നൈറ്റിലൊക്കെ തിര എത്തും. അതുകൊണ്ടാണ് അവർ അത്രയും ഹൈറ്റിൽ വെച്ചിരിക്കുന്നത്. നമ്മൾ ആ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയാലോ എന്നാണ് നോക്കാം. അവിടെ എന്തുണ്ട്, നല്ല ഗാർഡനൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു അല്ലേ. ഒരു കപ്പിൾ അവിടെ കസേരയിട്ട് വൈബടിക്കുന്നുണ്ട്. ആഹാ, നമ്മൾ
ചായ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ സീ സൈഡ് ഒക്കെ വരികയാണെങ്കിൽ മസ്റ്റ് ആയിട്ടും ഇവിടുത്തെ സീ ഫുഡ് ട്രൈ ചെയ്യാം. അപ്പോൾ കുറച്ച് ഫോട്ടോസും റീൽസും ഒക്കെ എടുത്ത് ഫുഡൊക്കെ അടിച്ച് അപ്പോൾ ഞങ്ങൾ മടങ്ങുകയാണ്.